നിരവധി ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി എണ്ണിയ ഒരു കറാമത്താണ് 4 പെൺമക്കളെ പോറ്റുന്ന ഒരു ഉമ്മ. ആ ഉമ്മാന്റെ ജീവിതമാർഗമേതാണ്? വീട്ടിൽ നിവർത്തിയുണ്ടാക്കുന്ന നൂല് കൊണ്ടുപോയി മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടുവന്ന മക്കളെ പോറ്റുന്ന ഉമ്മയാണ്. അവസാനം ദിവസേന കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പകുതിയെടുത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്നു. ബാക്കി പകുതി കൊണ്ട് നാളത്തേക്ക് നിവർത്താനുള്ള നൂല് വാങ്ങുന്നു. ഇങ്ങനെ ദിവസേന ഉപജീവനം നടത്തുന്ന ഉമ്മ ഒരു ദിവസം നൂല് വിൽക്കാൻ വേണ്ടി അതാ തലയിൽ വെച്ചുകൊണ്ട് പോകുമ്പോ പരുത്തി റെഡിയാക്കിക്കൊണ്ട് പോകുമ്പോ ആ ഉമ്മാന്റെ തലയിൽ നിന്നൊരു പറവ വന്ന് ആ നൂലിന്റെ കെട്ടെടുത്തങ്ങ് കൊണ്ടുപോയി. وجعلته في خرقة حمراء ومضت به إلى السوق وبينما هي في طريقها والغزل على رأسها إذ هبط طائر على الغزل فاختطفه وطار به. പറവ വന്ന് ഈ കെട്ടങ്ങെടുത്തു കൊണ്ടുപോയപ്പോ وخرت مغشيا عليها وجعلت تبكي. ആ പെണ്ണങ്ങ് കരയാൻ തുടങ്ങി. എന്റെ മക്കളെ ഇനി എങ്ങനെ പോറ്റാനാണ്? എനിക്ക് വേറെ ഒരു വരുമാന മാർഗവും ഇല്ല. പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കരയുമ്പോ ഫലമ്മാ സമിഅ അന്നാസു ദാലിക, ജനങ്ങൾ ഈ നിലവിളിയും കരച്ചിലുമൊക്കെ കേൾക്കുമ്പോ അവര് പറയുകയാണ്, ഇദ്ഹബി ഇലാ നഫീസ, നഫീസ ഉമ്മാന്റെ അടുക്കലേക്ക് പോയിക്കോ. വൽസമീ ബാബഹാ വസലീഹാ അൻ തദ്ഉ അല്ലാഹ ലകി ബിൽ ഫറജി. അല്ലാഹുവിനോട് ദുആരക്കാൻ വേണ്ടി നഫീസ ഉമ്മാന്റെ വാതിൽക്ക് പോയി ഒന്ന് നിന്നോ, നിങ്ങൾക്ക് പരിഹാരമുണ്ടാകാം. പ്രായമേറിയ പ്രാരാബ്ദമുള്ള തള്ള നഫീസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. വഖബറത്ഹാ ബിഖിസ്സതിഹാ, സംഭവങ്ങളെല്ലാം പറയുമ്പോ മഹദി അവർകളതാ ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എല്ലാ അധികാരത്തിൻ്റെയും മേലെ അധികാരമുള്ള റബ്ബേ, എല്ലാ നിയന്ത്രണത്തിൻ്റെയും മേലെ നിയന്ത്രണമുള്ള നാഥാ, ഈ പെണ്ണിന് പരിഹാരം നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറയാണ്, ഖുദി ഫഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവിടെ ഇരുന്നോ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ നഫീസ ഉമ്മാന്റെ അടുക്കലേക്ക് വന്ന്, ഒന്ന് നഫീസ ഉമ്മാന്റോട് ഞങ്ങളുടെ കാര്യം പറയാൻ അവസരം തരുമോ എന്ന് ചോദിക്കുന്നു. സമ്മതം കൊടുക്കുമ്പോ അവര് പറയുകയാണ്, ഞങ്ങളൊരു അത്ഭുതം പറയാൻ വന്നതാണ്. ഞങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ ഞങ്ങളുടെ യാനം അത് കേടുവന്നു പോയി. ഞങ്ങൾ ഈജിപ്തിലേക്ക് ഞങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ കപ്പലിന്റെ ഒരു പലകേളകിയിട്ട് ദ്വാരമുണ്ടായപ്പോ ഞങ്ങളുടെ കപ്പലിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ ആ പലകേളകിയ സ്ഥലത്ത് ഓട്ടയടയ്ക്കാൻ നോക്കിയപ്പോ അടയുന്നില്ല. അങ്ങനെ ഓ നഫീസ ഉമ്മ, നിങ്ങളെ ഇടയാളയാക്കി നിങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാനോട് ഞങ്ങളങ്ങ് ചോദിച്ചപ്പോ أقبل علينا طائر وألقى إلينا بخرقة حمراء
ഫീഹാ ഗസലുൻ ഫജഅൽനാഹാ ഫിൽ മകാനിൽ ലദീ നഖാഫുഹു. അങ്ങനെ ഞങ്ങൾ ആ പറവ കൊണ്ടുവന്ന ചുവന്ന തട്ടത്തിൽ വെച്ചിട്ടുള്ള നൂലെടുത്തുകൊണ്ട് ദ്വാരമുള്ള സ്ഥലത്തേക്കങ്ങ് വെച്ചപ്പോ അതടഞ്ഞിട്ട് ഞങ്ങളുടെ യാനം രക്ഷപ്പെട്ടു പോയി. ഞങ്ങളുടെ കപ്പൽ കേടുപാടില്ലാതെ കരക്കണഞ്ഞു. وقد جئنا إليك ب500 درهم فضة شكرا لله على السلامة والنجاة. അതാ പറയുന്നു ഉമ്മ, അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളെ വസീലയാക്കി ദുആ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാരണത്താൽ അതിന് നന്ദിയായി 500 വെള്ളി നാണയവും കൊണ്ട് വന്നതാണ്. അതൊന്ന് സമ്മാനമായി ഒരു നന്ദിയായി സ്വീകരിക്കണേ ഉമ്മ. അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നു, നേരത്തെ വന്ന് ചുവന്ന പാത്രമൊന്നോലും പറവ കൊണ്ടുപോയെന്ന് പരാതി പറഞ്ഞ് പ്രയാസത്തിന്റെ പടിവാതിൽക്കരിക്കുന്ന പ്രായമേറെയുള്ള തള്ളെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമ്മ പെണ്ണേ, ബികം കുന്തി തബീന ഗസല ബനാതികി കുല്ല ഉസ്ബൂ, എല്ലാ ആഴ്ചയിലും നിങ്ങളുണ്ടാക്കുന്ന നൂല് മക്കളുണ്ടാക്കുന്നത് എത്ര ദിർഹമിനാണ് നിങ്ങൾ കച്ചവടം ചെയ്യാറുള്ളത്? കാലത്ത് 20 ദിർഹം, 20 ദിർഹമിനാണ്. 20 ദിർഹമിന് കച്ചവടം ചെയ്യുന്ന സാധനമാണ് പറവ കൊണ്ടുപോയത്. എന്നാൽ പിടിച്ചോ, فإن الله قد عوضك عن كل درهم 25 درهم. 25 ദിർഹം വീതം അധികം നൽകിയിട്ട് 500 ദിർഹം ഇതാ നിങ്ങൾക്ക് പകരമാണ്. നഫീസ റളിയല്ലാഹു അൻഹയുടെ വാതിൽക്കലേക്ക് ചെന്ന് പരാതി പറഞ്ഞപ്പോ മഹദി അവരുടെ കറാമത്ത് കൊണ്ട് ഒരു കുടുംബത്തിന്റെ വേദനയെ അകറ്റിയതല്ല, ഒരു സംഘത്തെ തീരത്തണീച്ച കഥ കൂടി അറിഞ്ഞ് സമാധാനത്തോടെ വരുമ്പോ അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാരാണ്? അമനത്തുൻ, അവര് കാവലുകളാണ്. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഇന്നലകളിൽ പ്രസവ സമയത്ത് പ്രയാസമുണ്ടായാൽ നഫീസത്ത് മാല ഓതാൻ പറഞ്ഞത് വെറുതെ അല്ല. കടലിന്റെ നടുവിൽ ഈ കപ്പലിലേക്ക് വെള്ളം കയറുമ്പോ രക്ഷയ്ക്ക് വേണ്ടി വസീലയായി വിളിച്ച മഹദിയെയാ വിളിക്കുന്നത്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്തുമാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ എന്ന് ചൊല്ലാൻ തുടങ്ങുമ്പോ ഗർഭസ്ഥ ശിശുവിന് ആത്മീയമായ മെസ്സേജ് ഉണ്ട്, ആന്തരികമായ ചലനമുണ്ട്. അല്ലാഹുവിന്റെ സഹായം മഹദിയുടെ ബറക്കത്ത് കൊണ്ട് കിട്ടുമേ. അത് വലിച്ചെറിഞ്ഞിട്ട് ഭൗതികമായ സംവിധാനങ്ങളിലേക്ക് വിലയം പ്രാപിച്ച് ആത്മീയതയെ നിഷേധിക്കുന്നവര് വന്നപ്പോ അവർക്ക് മഹാന്മാരെ അറിയില്ല, മഹാന്മാരെ അറിയുന്നില്ല, മഹദികളെ അറിയുന്നില്ല, അവരുടെ ലോകമറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഹാർട്ട് ചികിത്സിക്കുന്ന കാർഡിയോളജിസ്റ്റ് അയാൾ പറയുന്നു, നിങ്ങളുടെ ഹാർട്ടിന്റെ ഉള്ളിൽ ഒരു വാൽവിന് തകരാറുണ്ട്. അത് എല്ലാ രോഗികൾക്കും ബോധ്യപ്പെടണം എന്നില്ല. ഡോക്ടറെ വിശ്വസിക്കുന്നു. 3 ലക്ഷം രൂപയുടെ ചികിത്സ വേണം എന്നാലേ മാറൂ. ഡോക്ടറെ വിശ്വസിക്കുന്നു. മയക്കിക്കിടത്തിയിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി തിരിച്ചു വിട്ടിട്ട് പറയുന്നു, നിങ്ങളുടെ വാൽവ് റെഡിയാക്കിയിട്ടുണ്ട്. ഡോക്ടറെ വിശ്വസിക്കുന്നു. ലക്ഷം കെട്ടിക്കൊടുത്തിട്ട് പോരുന്നു. നിനക്ക് ആ രോഗം അതാണോ എന്ന് നിർണയിക്കാൻ നിനക്ക് കഴിവില്ല.
വാൽവ് റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. രോഗം അത് തന്നെയാണോ എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. അതിന് അത്ര ലക്ഷം വേണമോ എന്ന് നിനക്കറിയില്ല. നീ ഒരു കാർഡിയോളജിസ്റ്റിനെ വിശ്വസിച്ച് അംഗീകരിച്ച് നീ സംഖ്യയും കെട്ടിക്കൊടുത്ത് സമാധാനിച്ചു വരിക. ഇതിൽ എത്ര കാര്യമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ഗൈബ് കൊണ്ട് വിശ്വസിച്ചത്? നിന്നെ സംബന്ധിച്ചിടത്തോളം എത്ര മറഞ്ഞ കാര്യങ്ങളിലാണ് ഒരു ഡോക്ടറുടെ വാക്കിൽ വിശ്വസിച്ച് നീ അംഗീകരിച്ചു പോയത്? ഹോസ്പിറ്റലിൽ പോയി പള്ളക്ക് വേദന, കിഡ്നിക്ക് തകരാറാണ്, ഈ മാങ്കാരി ഒന്നാമത്തേത് വിശ്വസിക്കും പോലെ പിന്നെ എല്ലാരോടും പറയും എന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്, എന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്, എന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. അല്ലാഹു തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുള്ള തെളിവ് എന്ത്? ഒരു ഡോക്ടറുടെ പ്രഖ്യാപനം മാത്രമാണ്. നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ എത്രയോ തട്ടിപ്പുകളുള്ള ലോകമാണ്, വെട്ടിപ്പുകളുള്ള ലോകമാണ്. സുഖമില്ല എന്ന് പറഞ്ഞു ചൊല്ലുമ്പോൾ രോഗമില്ലാത്ത ചികിത്സ തേടി എത്തിയവന്റെ നല്ല കിഡ്നി മോഷ്ടിച്ചിട്ട് ചികിത്സ നടത്തിയെന്ന് വാദിക്കുന്ന ഡോക്ടർമാരുള്ള കാലമാണ്. ഹാർട്ടിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആന്തരിക അവയവങ്ങൾക്കോ ഒരു തകരാറുമില്ലാതെ ബില്ല് മേടിക്കുന്ന കച്ചവടക്കാര് ഹോസ്പിറ്റൽ നടത്തുന്ന കാലമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹോസ്പിറ്റൽ രംഗം കരുണയില്ലാത്ത കച്ചവട രംഗമായി മാറിയ കാലമാണ്. പക്ഷേ നീ ഇപ്പോഴും വമ്പൻ 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ തേടി നടക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് ലക്ഷങ്ങൾ കണക്കിന് ജനങ്ങൾക്ക് ആത്മീയമായി ചികിത്സയായി മാറിയ നഫീസത്തുമാലെ മറന്നു കളഞ്ഞോ ഉമ്മ? അതിന്റെ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് നിങ്ങൾ മറന്നുപോയോ? അതിലേക്കൊന്ന് മടങ്ങി വരണേ ഉമ്മമാരെ. അതിന്റെ ഫലം ചെറുതല്ല. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ കറാമത്തുകൾ എണ്ണിയാൽ ഇനിയും എത്ര കാണാം. ഒരു മനുഷ്യൻ നസ്രാണിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിൽ ഒരു മകനുണ്ടായി. ആ മകനോ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. ആ മകനെ ഒന്ന് തിരിച്ചു കിട്ടണം. ഈ പെണ്ണ് എല്ലാ കനീസയിലും പോയി, എല്ലാ സ്ഥലങ്ങളിലും പോയി, പല സ്ഥലത്തും പോയി, ഒരു പരിഹാരവും കാണുന്നില്ല. വത്വാലത്തിൽ അയ്യാം വമളത്തിൽ അഅ്വാം. വർഷങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ നീണ്ടു, മകനെ കിട്ടുന്നില്ല. മാതാപിതാക്കള് ബേജാറിലാണ്. അപ്പോൾ ഫാറശദഹ അന്നാസു ഇല സയ്യിദത്തി നഫീസ. നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു മഹദിയോടൊന്ന് പോയി പറയാൻ. പക്ഷേ ഈ പെണ്ണിന് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. അവസാനം ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കുമോ? അതാ ഭർത്താവ് നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, എന്റെ മകനെ കാണാനില്ല. ഇതുപോലെ ഞങ്ങൾ എല്ലാ വാതിലും മുട്ടിയിട്ട് എവിടെയും കിട്ടാനില്ല. എല്ലാ പ്രയാസങ്ങളും അങ്ങ് പറഞ്ഞപ്പോൾ മഹദി അവർകൾ അങ്ങ് ദുആരക്കുകയാണ്, അല്ലാ ഇവരുടെ കുട്ടിയെ തിരിച്ചു നൽകണേ അല്ലാ. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ വീട്ടിന്റെ വാതിൽക്കൽ ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. ഫഖറജത് ലഹു ഉമ്മുഹു. അതാ ഉമ്മ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഫവജദതുഹു വാഖിഫൻ അലൽ ബാബ്. ഇതുവരെ കാണാതായ മകൻ നഫീസ ബീവി ദുആരന്നപ്പോഴേക്ക് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. വഅഖബലത് അലൈഹി തുആനിഖുഹു വതബ്കീ. അഖ്ബിർനി ബിഅംരിക കൈഫ കാൻ.
മോനെ നിന്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ? അതേ, ഞാൻ ഏറെക്കാലമായി ജയിലിലാണ്, ഞാൻ വളരെ വലിയ പ്രയാസത്തിലാണ്. പക്ഷേ ഇന്നാലിന്ന സമയമായപ്പോൾ എന്റെ ചങ്ങലകൾ വലിച്ചഴിക്കപ്പെടുകയും എന്റെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റപ്പെടുകയും ചെയ്തിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വസമിഅതു മൻ യഖൂലു ബിഅലാ സൗതിഹി അത്രിഖുൽ ലസീർ ഫഖദ് ശഫഅത് ബിഹി സയ്യിദത്തു നഫീസ. നഫീസ ബീവി ശഫാഅത്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ കെട്ടഴിച്ചു വിട്ടോ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്റെ കെട്ടുകളെല്ലാം അഴിച്ച് ജയിലിൽ നിന്നിറക്കി. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴീ വാതിൽ നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും എനിക്കറിയാനില്ല. ഇതുപോലെ കറാമത്ത് കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞ് ജയിലറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മകനെ കാണുമ്പോൾ ഈ നസ്രാണിയായ പെണ്ണ് നേരെ ചെല്ലുകയാണ്. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ഇസ്ലാമിന്റെ മഹിതമായ വഴിയിലേക്ക് വരികയാണ്. ഇതങ്ങറിയുമ്പോ ആ രാത്രിയിൽ തന്നെ 70 വീട്ടുകാർ മഹദിയുടെ ഈ ഒരു കറാമത്ത് കാരണമായി ഇസ്ലാമിലേക്ക് വരുന്നു. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്തപ്പോ ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ, അവരങ്ങ് പ്രതിജ്ഞ ചെയ്തു പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ആ നിലയിലേക്ക് ഉയർന്ന മഹദിയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹാ. ഇനിയും വരട്ടെ, വേഗം 1-2 കാര്യം കൂടി ഞാൻ എണ്ണി തീർക്കാം. ഈ ചരിത്രത്തോട് നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല, മഹദിയെ കുറിച്ച് പറഞ്ഞു തീർക്കാനും എനിക്കാവില്ല. പക്ഷേ ഈ പറയുന്ന ശകലങ്ങൾ ഈജിപ്തിൽ കിടക്കുന്ന മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ ഉമ്മരത്തേക്ക് എത്തി. പ്രിയപ്പെട്ട ഉമ്മാന്റെ അനുഗ്രഹത്തിന്റെ നോട്ടമൊന്ന് കിട്ടി. അവിടുത്തെ ശഫാഅത്തിനെ കൊതിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിയാണ്, ഒരന്വേഷകനാണ്, ഒരു പഠിതാവാണ്. ആ മഹദിയുടെ ബറക്കത്ത് തേടിയിട്ട് പറയുന്ന വർത്തമാനമാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ ശഫാഅത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സഹപ്രവർത്തകർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അറിയണം, മറ്റൊരു യഹൂദിയായ സഹോദരന്റെ മകൾ, ജന്മനാ നടക്കാൻ കഴിവില്ലാത്ത ഒരു മകൾ, കുടുംബത്തിന് ഭാരമായ ഒരു മകൾ. നീണ്ട സംഭവമാണ്, ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. എല്ലാ ചികിത്സയും ചെയ്ത് തോറ്റുപോയ മോള. ചരിത്രത്തിൽ ഈ വിഷയം 2 രീതിയിൽ അവതരിപ്പിച്ചു കാണാം. ഒരു ദിവസം ഈ കുട്ടിയെ പരിചരിപ്പിക്കാൻ ഏൽപ്പിച്ച പെണ്ണ് നഫീസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അടുക്കൽ ഇരുത്തിയിട്ട് പോകുമ്പോ ജന്മനാ തളർച്ചയുള്ള കുട്ടിയാണ്. കാലങ്ങളേറെ ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല. അവസാനമോ ആ കുട്ടിയെ പരിചരിക്കാൻ ഒരു പെണ്ണിനെ ഏൽപ്പിക്കുന്നു. ആ പെണ്ണ് നഫീസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അടുക്കൽ ഉള്ള പെണ്ണാ. നഫീസ റളിയല്ലാഹു അൻഹയുടെ സമീപത്തിരുത്തിയിട്ട് ഈ പെണ്ണ് പുറത്തേക്ക് പോകുമ്പോ ഒരു ചരിത്രകാരൻ എഴുതിയത് ഇങ്ങനെയാണ്: മഹദി അവറുകൾ ഒളുവെടുത്തിട്ട് ആ ഒളുവെടുത്ത വെള്ളം ഒലിച്ചു വന്ന് ഈ പെണ്ണിന്റെ കാലിൽ തട്ടിയപ്പോ ആ ഒളുവെടുത്ത വെള്ളം ഒലിച്ചു വന്ന് തട്ടിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ വയ്യാത്ത പെണ്ണ് അപ്പോഴേ എഴുന്നേറ്റുപോയി. ഉമ്മമാരെ, നിങ്ങൾ വിചാരിച്ചോ
ഇന്നലത്തെ ഉസ്താദുമാര് നമ്മളോട് നഫീസത്തുമാല ഓതാൻ പറഞ്ഞത് അവർക്കെന്തോ കിട്ടാനാണ്. ഇത്രയും വലിയ കറാമത്തുള്ള ഒരു മഹദിയുടെ ചരിത്രം പറയുമ്പോ, അവരുടെ കറാമത്ത് പറയുമ്പോ, പ്രസവ സമയത്ത് പ്രയാസമനുഭവിക്കുന്ന പെണ്ണിന് മഹദിയുടെ ശഫാഅത്ത് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് സുഖപ്രസവം ലഭിക്കുക എന്ന ആത്മീയമായ ട്രീറ്റ്മെന്റ് ആണത്, ആത്മീയമായ ചികിത്സാരീതിയാണത്. ഓതുവെടുത്ത വെള്ളം ഒലിച്ചു വന്ന് തട്ടിയപ്പോഴേക്ക് ജന്മനാ തളർച്ചയുള്ള കുട്ടിയതാ എഴുന്നേറ്റ് നടക്കുന്നു. കുടുംബക്കാര് വന്നപ്പോ ഇന്നലെ വരെ നടക്കാത്ത മോള് നടക്കുന്നുണ്ടേ. എന്തേ കാരണം? മറ്റൊന്നുമല്ല, ബിബറക്കത്തി വളൂഇ നഫീസ. നഫീസ റളിയല്ലാഹു അൻഹ വളുവെടുത്ത വെള്ളത്തിന്റെ ബറക്കത്താണ്. അതുകൊണ്ട് അല്ലാഹു തആല ശിഫാ നൽകി. വേറെ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയത് വളുവെടുത്തതിന്റെ ബാക്കി വെള്ളം അത് ബർക്കത്തിനു വേണ്ടി ഈ പെണ്ണ് തന്നെ ആ വെള്ളം കയ്യിൽ എടുത്തിട്ട് തടകിയപ്പോൾ മാറിയതാണെന്നും ചരിത്രകാരന്മാർ ചിലർ എഴുതിയിട്ടുണ്ട്. ഏതായാലും മഹദി അവരുടെ വുളൂഇന്റെ ബറക്കത്തിന്റെ വെള്ളം കൊണ്ട് അല്ലാഹു തആല ശിഫാ നൽകി. ജൂത കുടുംബം വന്ന് നോക്കുകയാണ്, മകൾക്ക് എന്തു പറ്റിപ്പോയി, ഈ മകളുടെ രോഗമെങ്ങനെ മാറിയതാണ്. അപ്പോഴേക്ക് അതാ പറഞ്ഞു കൊടുക്കുന്നു, വമിൻ ബഖിയത്തി തഹൂരിഹാ. മഹദി അവர்கள் ഒളുവെടുത്തതിന്റെ ബാക്കി വെള്ളമാണ്. ആ ജൂത കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വരികയാണ്. ഈ വാർത്തയറിഞ്ഞ ഒരു സംഘം ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നു. മഹദി അവരുടെ കറാമത്ത് കൊണ്ട് ജൂതന്മാർ ഇസ്ലാമിലേക്ക് വന്നു, ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് വന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഹത്വമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ മഹാനവറുകളോ ഷാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, അവിടുത്തെ അവഗാഹമുള്ള വിജ്ഞാനിയാണ്. മഹാനവറുകൾ പറയുകയാണ്, അതാ സർപ്പങ്ങൾ വന്ന മഹദി അവരുടെ അടുക്കലുള്ള വെള്ളത്തിൽ നിന്ന് ബറക്കത്തെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടേ. അത്രയും വലിയ ബഹുമാനമാണ്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അതാ ഇഴജന്തുക്കൾ വന്ന് ബറക്കത്തെടുത്ത സംഭവം നവവി ഇമാമിന്റെ ചരിത്രത്തിലുണ്ട്. അതുപോലെ പല മഹാന്മാരുടെ ചരിത്രത്തിലും കാണാം. അവർക്കും അറിയാം, മഹാന്മാരുടെ സ്ഥാനമറിയുന്ന ജന്തുക്കളുണ്ട്. ഇനിയോ ഈജിപ്തുകാരുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നൈൽ നദി എന്ന് പറയുന്നത്. وأفضل المياه ماء قد نبع من بين أصابع النبي المتبع يليه ماء زمزم فالكوثر ونيل مصر ثم باقي الأنهر. ഏറ്റവും ശ്രേഷ്ഠമായ ജലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് മുഅ്ജിസത്തായി വന്ന വെള്ളമാണ്. പിന്നെയോ സംസം വെള്ളമാണ്, കൗസർ ജലമാണ്, പിന്നെ നൈൽ നദിയിലെ വെള്ളമാണ്, പിന്നെയാണ് ലോകത്തുള്ള എല്ലാ നദികളിലെയും വെള്ളം. ആ നൈൽ നദിയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒലിക്കാൻ മടിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലെറ്ററെത്തി, ഓ നൈൽ നദി, നീ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഒഴുകിക്കോ എന്ന താക്കീത് നൽകിയപ്പോൾ നൈൽ നദി അവിടുന്ന് ഒലിച്ചു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് നൈൽ നദി വെള്ളം കുറഞ്ഞുപോയി.
എല്ലാരും ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളുടെ അത്താണിയും അവലംബവുമായ നൈൽ നദിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നൈൽ നദിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ നഫീസ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു എന്നറിയുമോ? ഫഅതതുഹും ഖനാഅഹാ فجاءوا به إلى النهر وطرحوه فيه فما رجعوا حتى زخر النيل بمائه. മഹദി അവരുടെ മക്കനെ അങ്ങ് നൽകി, ഇത് കൊണ്ടുപോയി നൈൽ നദിയിലിട്ടോ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല വിശ്വാസികളായ ജനങ്ങൾ ബറക്കത്തുള്ള മക്കനെ കൊണ്ടുപോയി നൈൽ നദിയിലേക്ക് ജലം കുറഞ്ഞപ്പോ നഫീസ റളിയല്ലാഹു അൻഹയുടെ സമ്മതപ്രകാരം കൊണ്ടിടുമ്പോ അതാ ആ മക്കനെ ഇടുമ്പോഴേക്ക് നൈൽ നദി കര കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഇതല്ലേ ഔലിയാക്കളുടെ കറാമത്ത്. അല്ലാഹുവിനെ അനുസരിച്ചാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവരെ എല്ലാം ഭയപ്പെട്ടു പോയി.